ബോസ് നമുക്ക് പണമൊന്നും ഇല്ല, എന്ത് ചെയ്യണം? ഒരു പോലീസുകാരൻ്റെ ഒരു വീടുണ്ട് പണ്ടത്തെ, അവിടെ പോയി നമുക്ക് കേൾക്കാം. എന്നാ ഗണ്ണോ ഇതാ തൊപ്പി കൂടി എടുത്തോ, അവിടെ ക്യാമറ ഒക്കെ ഉള്ളതാ, നമുക്ക് പോവാം. ഇവിടെ സ്വർണ്ണങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് നോക്കാം. സ്വർണ്ണ ബുക്ക്, ഇതാണ് നമ്മൾ ഇത്രയും കാലം തപ്പി നടന്ന ബുക്ക്. ഇത്ര നാളായിട്ട് നമ്മൾ തപ്പുന്ന. ഇതെല്ലാം എടുത്തോ. ഓ, അതും കൂടെ വെച്ചേക്കും. എന്റെ പൈസ സ്വർണ്ണ ബുക്ക് ഇതൊക്കെ പോയി. എല്ലാം പോയി. മാർക്കസിനെ വിളിക്കും. മാർക്കസേ, എടാ എന്റെ വീട്ടിൽ ഇരുന്ന പൈസയും സ്വർണ്ണ ബുക്കും കാണാനില്ലടാ. എടാ എനിക്ക് അറിഞ്ഞൂടാ, കള്ളന്മാരാണെന്ന് തോന്നണ അടുത്ത്. പിന്നെ ഇവിടെ ഒരു സ്പൈഡർമാന്റെ മാസ്കും ഉണ്ട്, ഒരു തൊപ്പിയും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ എന്റെ വീട്ടിലേക്ക് പോരെ. ഓ തൊപ്പിയുണ്ട്, ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ അത് ആദ്യം CCTV കറക്റ്റ് ആണ് നോക്കട്ടെ, എന്നിട്ട് അത് വീഡിയോ സേവ് ചെയ്ത് കാണിച്ചു തരും. രണ്ടുപേരും ഒന്നില്ലേ? ഓ രണ്ടുപേരും ഉണ്ടോ? ലാസ്റ്റ് കളിയേക്ക് ബായും കൂടി പറഞ്ഞിട്ട് പോകും. മോളില് വെച്ചെടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. എനിക്കമാരെ അറിയാം, ഉമ്മാര് പണ്ടത്തെ ക്രിമിനൽസാ. ഉമ്മാര് ഇപ്പൊ വീണ്ടും ഇറങ്ങിയിരിക്കുക. എങ്ങനെയാ നിന്നെ കുറച്ച് അറിയാം. പിന്നെ ഈ 2 ക്യാമറ വർക്കിംഗ് ഉള്ളു, ബാക്കിയുള്ള ക്യാമറ വർക്ക് ആവണില്ല. അല്ലെങ്കിൽ വെളിയിലത്തെ ഫൂട്ടേജും കിട്ടിയാൽ നമുക്ക് അവനെ പിടിക്കുക. ബുള്ളറ്റ് എടുത്ത് റീലോഡ് ചെയ്ത് വെച്ചോ, അവന്മാർ എപ്പോ വേണേലും വരാം. നീ പോയി അവന്മാരുടെ വീട്ടിൽ പോയി നോക്കിയിട്ട് വാ. ലുക്കൗട്ട് പോലെ അല്ലേ? ലുക്കൗട്ട് പോലെ അവരെ നോക്കി വെക്കട്ടെ. പറഞ്ഞ ഇതാണ് അവന്മാരെ ഹൈഡ് ഔട്ട്. സൗണ്ട് കേട്ടോ? നിന്റെ ബോസ് എവിടാ? എനിക്ക് അറിഞ്ഞൂടെ.
ഞാൻ കണ്ടല്ലോ അങ്ങോട്ട് ഓടിപ്പോയിരുന്നു. ഹലോ ലൊക്കേഷൻ അറിയാവോ? ഇല്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. സത്യം പറയടാ. സത്യ എന്നെ ലുക്കൗട്ടിന് വേണ്ടി പറഞ്ഞു വിട്ടാ. അങ്ങേര് എവിടെ പോയി? ഞാൻ അറിഞ്ഞൂടാ. എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഞാൻ കണ്ടവ അങ്ങോട്ട് ഓടിപ്പോണം. ഈ ഒരു ചെറിയ തോക്കെടുത്ത് നമുക്ക് അങ്ങ് വരെ പോവാം. പോലീസാണ് കുട്ടി. പിടിക്കണം, മുട്ടിരിക്കണം. നിക്ക് ആ CBI വിളിക്ക്. അവിടെ നിക്ക്.